ഇടുക്കി കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബു തോമസിനെ CPM നേതാവ് MM മണി അധിക്ഷേപിച്ചു എന്ന ആരോപണം വരുന്നു. സാബു തോമസിന് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കണം. സാബുവിൻ്റെ മരണത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം VR സജിക്കോ CPMന് ഉത്തരവാദിത്തമില്ലെന്ന് കട്ടപ്പനയിലെ വിശദീകരണ യോഗത്തിൽ MM മണി പറഞ്ഞു. മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ, വല്ല ചികിത്സ ചെയ്തിരുന്നോ, അതിന് ഡോക്ടറെ സമീപിച്ചിരുന്നോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഞങ്ങളെ ഈ പാവപാട് ഞങ്ങളുടെ നിലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് ഏത് മാന്യനാണേലും ഏത് പുല്ലനാണേലും അതൊന്നും ഞങ്ങൾക്ക് ബാധകമാകില്ലെന്ന കാര്യം ഞാൻ വ്യക്തമാക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞങ്ങൾക്കോ ഞങ്ങളുടെ ബോർഡിലോ ആ ബോർഡിൻ്റെ പ്രസിഡന്റ് VR സജിക്കോ ഒരു പങ്കുമില്ല. ഇതൊന്നും പറഞ്ഞ് ഞങ്ങളെ വരട്ടാൻ ആരും വരണ്ട. ഞങ്ങൾ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് സഹാനുഭൂതിയുള്ളൂ. അദ്ദേഹത്തെ ഡിപ്പോസിറ്റുണ്ട്. ഞങ്ങൾക്ക് ഒരു ചെറിയ അബദ്ധം പറ്റി. എന്താണെന്നറിയോ, ഇതിൻ്റെ സാമ്പത്തിക സ്ഥിതി അറിയാതെ ഞങ്ങൾ ഏറ്റുപോയി എന്നൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. കട്ടപ്പനയിൽ നിന്ന് രാഹുൽ വിജയൻ ചേർന്നു. രാഹുൽ വിജയൻ MM മണി ആശാന്റെ മറ്റൊരു നാവുപിഴയായിട്ട് ഇതിനെ കാണാൻ കഴിയുമോ? കാരണം അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിർലംഘനം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമായി മാറുകയാണോ? SKN ഇതൊരു നവപിഴയായിട്ട് അങ്ങനെ തള്ളിക്കളയണ്ട. ഈ ബാങ്ക് ഭരണസമിതിയെയും അതുപോലെ തന്നെ VR സജിയെയും സംരക്ഷിക്കുന്നതിനും അവരോടൊപ്പമാണ് CPM എന്ന് ഉറച്ചു പറയുന്നതിനു വേണ്ടി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് MM മണിയുടെ പരാമർശം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വഴിയെ പോയ വയ്യാവലി CPMന്റെ തലയിലോട്ട് കെട്ടിവെക്കണ്ട എന്നുള്ളതായിരുന്നു MM മണി പറഞ്ഞിട്ടുള്ളത്. ഈ സാബു തോമസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CPMനോ VR സജിക്കോ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും നിലവിൽ ഉണ്ടായിരുന്നില്ല സാബുവിന് എന്നുള്ളതാണ് MM മണി പറയുന്നത്. മാത്രമല്ല, സാബു ഏതെങ്കിലും തരത്തിൽ മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ചിരുന്നിട്ടുണ്ടോ എന്ന് വീട്ടുകാരോട് ചോദിക്കണം, അല്ലെങ്കിൽ വീട്ടുകാരോട് സാബു പറഞ്ഞിരുന്നോ എന്നുള്ള കാര്യം അന്വേഷിക്കണമെന്നുള്ളൊരു അധിക്ഷേപം കൂടിയാണ് MM മണിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ബാങ്ക് ഭരണസമിതി തകർന്നു പോയിട്ടില്ല എന്നും ഏതെങ്കിലും വിധത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിന് മുമ്പത്തെ ഭരണസമിതി വലിയ തരത്തിൽ ഈ ബാങ്കിനെ കുഴിയിലേക്ക് ചാടിച്ചു എന്ന് അറിയാതെയാണ് ഈ തലപ്പത്തേക്ക് ഭരണ തലപ്പത്തേക്ക് ബാങ്കിലേക്ക് എത്തിയത് എന്നുള്ളതാണ് MM മണി പറയുന്നത്. അങ്ങനെ ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ബാങ്കിന്റെ ഭരണം ഇട്ടേച്ചു പോകാനൊന്നും CPM തീരുമാനിച്ചിട്ടില്ല. ഇത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. എന്നിരുന്നാലും ഈ സാബുവിന്റെ മരണത്തിൽ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല, ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടായിരുന്നു സാബുവിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള MM മണിയുടെ പരാമർശം. കട്ടപ്പനയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു MM മണിയുടെ ഈ അധിക്ഷേപ പരാമർശം എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. SKN രാഹുൽ വിജയൻ പറയുന്നു, നല്ല കാര്യം. മോഹൻകുമാർ പറയുന്നു, സോഷ്യൽ മീഡിയയിൽ ഈ വിധം മലീമസമാക്കുന്ന വ്യക്തികൾക്കെതിരെ ഉറച്ച നിലപാടെടുത്തതിന് 24-ന് അഭിനന്ദനങ്ങൾ. കൂടെ ഞങ്ങളുണ്ട്. എനിക്കറിയാം പ്രേക്ഷകർ നമ്മോടൊപ്പം ഉണ്ട്. 24-ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ കരുത്ത് നമുക്കുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇത്തരം ഇത്തിൽ കണ്ണികളെയൊക്കെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കണം. അതായത് സോഷ്യൽ മീഡിയയിൽ നല്ലവരായ എത്ര ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാമും അതുപോലെ ഫേസ്ബുക്കും ഒക്കെ. മാത്രമല്ല, എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആൾക്കാർക്ക് പരമ സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതി ഈ സിറ്റിംഗ് ജഡ്ജിമാരെ ചീത്ത വിളിക്കാൻ പോലും ആളുകൾ തയ്യാറാകുന്നു. നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ നേരെയൊക്കെ തന്നെ ഇത്തരം നിലപാടുകൾ എടുക്കുന്നതൊക്കെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ ആയിരിക്കും ദുർബലപ്പെടുത്തുക. അതുകൊണ്ട് കരുത്തോടെ കോടതികൾക്കും ജഡ്ജിമാർക്കും വ്യക്തിപരമായി നേരെ ശകാര വർഷം തുകയും ഈ പച്ച തെറി പോലും വിളിക്കാൻ തയ്യാറാകുന്ന ആളുകളെ ഇപ്പോൾ സോഷ്യൽ മീഡിയ കാണുന്നത്. അതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരിക്കലും സംഭവിച്ചുകൂടാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും പൂച്ചയ്ക്ക് മണി കെട്ടണമല്ലോ. അതുകൊണ്ട് നമ്മൾ 24 മണി കെട്ടാൻ തീരുമാനിച്ചു. മണി നമ്മൾ വാങ്ങിച്ചു ഇന്നലെ.